കുഫയിൽ തടകുന്നതുമായി ബന്ധപ്പെട്ട് ഇമാം ഷാഫിയിൽ നിന്ന് എന്താണ് നിങ്ങൾ മനഃപ്പാടമാക്കിയത്? അദ്ദേഹം അപ്പോഴും കുഫയിൽ തടവുന്ന മസ്അല പഠിക്കാനാണ് അദ്ദേഹം ആ സമയത്ത് അവരോട് ചോദിച്ചത്. ഇത് കണ്ടിട്ട് ഇദ്ദേഹത്തിന്റെ ബദ്ധ ശത്രുവും ഇദ്ദേഹത്തെ പീഡിപ്പിക്കുന്ന ഒരു ഖലീഫമാരെ പിരികയറ്റുന്നയാളുമായ നമ്മൾ നേരത്തെ പറഞ്ഞ അഹ്മദ് ബിൻ അബീ ദുആദ്, മുഅ്തസിലികളുടെ നേതാവ്, മുഅ്തസിലികളുടെ വലിയ പണ്ഡിതനായി അറിയപ്പെടുന്ന ഖലീഫയുടെ വലിയ സ്ഥാനമുള്ള അഹ്മദ് ബിൻ അബീ ദുആദ്, അയാൾ പോലും ചോദിച്ചു എന്നാണ്, ഉൻദുറു ലിറജുലിൻ ഹാദാ ഹുവ ദാ യുഖദ്ദമു ബിഹി ലിദർബി ഉനുഖി. കൊല്ലാൻ കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനാണ് ഇയാൾ നോക്കി, ഇയാൾ എന്താണ് ചെയ്യുന്നത്? ഫയുനാദിറു ഫിൽ ഫിഖ്, ഇപ്പോഴും ഫിഖ് പഠിക്കാനും ഫിഖ് ചർച്ച ചെയ്യാനുമാണല്ലോ ഇയാളുടെ താല്പര്യം. എന്താണ്? മാൽ മിഹ്ബറ ഇലൽ മഖ്ബറ, മഷിക്കുപ്പിയോടൊപ്പം മക്ബറയിലേക്ക് വരെ എന്ന ഇമാം അഹമ്മദിന്റെ വാചകം അത് വളരെ ആപ്റ്റാണ്. ഇമാം അഹമ്മദിനെ തേടി അനവധി ആളുകൾ ദൂരെ ദിക്കുകളിൽ നിന്ന് പഠിക്കാൻ വന്നത്. ഇമാം അഹമ്മദ് ഇസ്ലാമിക ഇമാം അഹ്ലി സുന്ന എന്ന പേരിൽ അറിയപ്പെട്ട വലിയ പണ്ഡിതൻ. നേരത്തെ പറയും, ഈ ഫിത്നയുടെ കാലഘട്ടത്തിന് മുമ്പ് ഇമാം അഹമ്മദ് ചരിത്രത്തിൽ അറിയപ്പെട്ടയാണ്. അങ്ങനെ ഒരു മനുഷ്യൻ ഒരിക്കൽ വന്നു, ബഗ്ദാദിൽ വന്നു. അയാൾ വന്നത് ഉന്ദുലുസിൽ നിന്നാണ്. ഉന്ദുലുസ് നമ്മൾ പറഞ്ഞു, സ്പെയിനും പോർച്ചുഗലും ഒക്കെ അടങ്ങുന്ന ഇന്നത്തെ പ്രദേശമാണ്. പണ്ട് ഐബീരിയൻ പെനിൻസുല എന്നറിയപ്പെടുന്ന ആ പ്രദേശമാണ് ഉന്ദുലുസ് എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ഉമവി ഖിലാഫത്തിന്റെ കാലം മുതൽ, അബ്ബാസികൾക്ക് മുമ്പുള്ള ഉമവി ഖിലാഫത്തിന്റെ കാലം മുതൽ, ഹിജ്റ 92 ഏകദേശം ആ കാലഘട്ടം മുതൽ ഇസ്ലാമിക ഭരണത്തിന് കീഴിലാണ് ആ പ്രദേശത്ത് ഉന്ദുലുസ്. ഉന്ദുലുസിൽ നിന്ന് ഒരു മനുഷ്യൻ വന്നു. ആ മനുഷ്യൻ വന്നു ബഗ്ദാദിലെ വലിയ പള്ളിയിലെത്തി. ഇമാം അഹമ്മദിനെ അറിയില്ല. ഇമാം അഹമ്മദിനെ അടുത്ത് പഠിക്കുക എന്ന ലക്ഷ്യത്തിലാണ് വരുന്നത്. അവിടെ എത്തിയപ്പോൾ ഇമാം യഹ്യ ബിൻ മഈൻ അദ്ദേഹം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. ഇമാം അഹമ്മദിന്റെ സമകാലികനും സഹപാഠിയൊക്കെയാണ് യഹ്യ ബിൻ മഈൻ, വലിയ ഹദീസ് പണ്ഡിതൻ. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹദീസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, ഇവിടെ ഒരു കുല്ലിയത്തുൽ ഹദീസിൽ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹദീസിൽ പഠിക്കുന്ന വിദ്യാർത്ഥി ഒരു ദിവസം ചുരുങ്ങിയത് ഒരു തവണെങ്കിലും പേര് പരാമർശിച്ചു പോകുന്നവരാണ് യഹ്യ ബിൻ മഈൻ, അലി ഇബ്നുൽ മദീനി, അയ്യൂബ് സഖ്തിയാനി തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ. അപ്പൊ യഹ്യ ബിൻ മഈൻ ക്ലാസ്സിൽ പോയിരുന്നു. എന്നിട്ട് ഇദ്ദേഹത്തിന് സംശയമുള്ള കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ ദൂരെ ദിക്കിൽ നിന്ന് വരുന്നയാളാണ്. അപ്പോൾ ഓരോ ഹദീസ് റിപ്പോർട്ടർമാരെ പറ്റിയുള്ള കാര്യങ്ങളാണ് അവിടെ ചർച്ച നടക്കുന്നത്. ഇന്ന ഹദീസ് റിപ്പോർട്ടറിനെ സ്വീകരിക്കാൻ പറ്റുമോ? ഇന്ന ഹദീസ് റിപ്പോർട്ടറിന്റെ അദ്ദേഹം എന്താണ്, വിശ്വസ്തനാണോ? അദ്ദേഹത്തിന് അവസാന കാലത്ത് ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അദ്ദേഹത്തെ ഉദ്ധരിച്ച ഹദീസുകൾ എങ്ങനെ സ്വീകരിക്കണം? അദ്ദേഹത്തിന്റെ ആദ്യകാലത്തെ ഹദീസുകൾ സ്വീകരിക്കാൻ പറ്റുമോ? അവസാനത്തെ കാലത്ത് ഹദീസ് സ്വീകരിക്കും? ഇതൊക്കെയാണ് ചർച്ച. അപ്പൊ ഇദ്ദേഹത്തിനുണ്ടായിരുന്ന കുറേ സംശയങ്ങൾ അദ്ദേഹം ചോദിച്ചു. അതായത് ഓരോ പണ്ഡിതന്മാരെ പേരെടുത്ത് ചോദിച്ചു, ഓരോ ഹദീസ് റിപ്പോർട്ടർമാരെ പേര് ചോദിച്ചു ഇമാം യഹ്യ ബിൻ മഈനോട്. ഇന്ന പണ്ഡിതൻ, ഇദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? അദ്ദേഹത്തിൽ നിന്ന് ഹദീസ് സ്വീകരിക്കാൻ പറ്റുമോ? അദ്ദേഹം ഹദീസ് റിപ്പോർട്ടർമാരിൽ വിശ്വസ്തനാണോ? നല്ല ഓർമ്മശക്തിയിലാണോ? ഓരോരുത്തരെ കുറിച്ച് പറഞ്ഞു. അവസാനം ചോദിച്ചു, അഹ്മദ് ബിൻ ഹംബലിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇമാം അഹമ്മദിന് പഠിക്കാനാണ് വന്നിട്ടുണ്ട്. അപ്പൊ ഇമാം യഹ്യ ബിൻ മഈൻ പറഞ്ഞു, അഹമ്മദിനെ പോലുള്ള ഒരു മനുഷ്യനെ കുറിച്ച് നീ എന്നോട് അഭിപ്രായം ചോദിക്കണം. ഞാൻ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ പറ്റുന്നവനാണ്, പറ്റാത്തവനാണ് എന്നൊക്കെ അഭിപ്രായം പറയാനുള്ള യോഗ്യത എനിക്കില്ലല്ലോ എന്ന് അദ്ദേഹം മറുപടി പറയുന്നു. പിന്നെ പല ആളുകളോടും ചോദിച്ചറിഞ്ഞ് അദ്ദേഹം ഇമാം അഹമ്മദിന്റെ വീട്ടിലെത്തി. ഈ കാലം ഇമാം അഹമ്മദിന്റെ ഫിത്നയുടെ കാലമാണ്. ഫിത്ന മാറിയിട്ടില്ല. ഇമാം അഹമ്മദിന്റെ വീട്ടിലെത്തി. ഇമാം വാതിൽ മുട്ടി. വാതിൽ തുറന്നു. ഇമാം അഹമ്മദാണ് വാതിൽ തുറന്നത്. അപ്പോൾ പറഞ്ഞു, ഞാനിങ്ങനെ നിങ്ങളുടെ അടുത്തുനിന്ന് പഠിക്കണം എന്നൊരൊറ്റ ഉദ്ദേശത്തിൽ വിദൂര ദിക്കിൽ നിന്ന് വന്നതാണ്. അപ്പൊ അന്നത്തെ ഒരു ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ കിടപ്പനുസരിച്ച് വിദൂര ദിക്കിൽ നിന്ന്, പ്രത്യേകിച്ച് പടിഞ്ഞാറിന്റെ അങ്ങേയറ്റത്തു നിന്നാണ് അദ്ദേഹം പറഞ്ഞത്, മഗ്രിബുൽ അഖ്സ, പടിഞ്ഞാറിന് അങ്ങേയറ്റത്താണ് ഞാൻ വരുന്നത്. അപ്പോൾ ഇമാം അഹമ്മദ് പറഞ്ഞു, ഓ അൽ മഗ്രിബ്, മൊറോക്കോയിൽ നിന്നായിരിക്കും അല്ലെ? ഇന്നത്തെ മൊറോക്കോ എന്ന് പറഞ്ഞാൽ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തീരത്ത്, ഉത്തരാഫ്രിക്കയുടെ അങ്ങേയറ്റത്ത്, ആഫ്രിക്കയുടെ അങ്ങേയറ്റമാണല്ലോ മൊറോക്കോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മൊറോക്കോയിൽ നിന്നല്ല, മൊറോക്കോയിലേക്ക് എത്തണമെങ്കിൽ പോലും എന്റെ നാട്ടിൽ നിന്ന് ഒരു കടൽ കടന്ന് ഇപ്പുറത്ത് എത്തണം. അപ്പൊ പിന്നെ അവിടെ നിന്ന് ഒരു കടൽ കടന്നാൽ എന്റെ നാട്, അതിനും അപ്പുറത്താണ്. ഇമാം അഹമ്മദ് ചോദിക്കും, ആഫ്രിക്കയിൽ നിന്നാണ് ഒക്കെ ഇമാം അഹമ്മദ് ചോദിക്കുന്നത് കാണാൻ. അപ്പൊ അദ്ദേഹം തിരുത്തി കൊടുക്കും, അല്ല അതിനും അപ്പുറത്ത് നിന്നാണ് എന്റെ നാട്. ഇത്രയൊക്കെ ആയപ്പോ ഇമാം അഹമ്മദ് ഇദ്ദേഹത്തെ പിടിച്ചു വലിച്ച്, വീട്ടിൽ നിന്ന് പുറത്ത് നിന്ന് പിടിച്ചു വലിച്ച് വാതിനുള്ളിലേക്ക്, വീട്ടിലേക്ക് കയറുന്ന ഒരു ഇടനാഴിയുണ്ട് ഇമാം അഹമ്മദിന്റെ വീട്, അവിടെ പിടിച്ചു നിർത്തി വാതിലടച്ച് സംസാരിച്ചു. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, കുറച്ചു നേരം ഇമാം അഹമ്മദ് മറ്റൊരാളോട് സംസാരിക്കുന്നത് കണ്ടാൽ അദ്ദേഹത്തെ പോലീസ് പിടിക്കും. ഇതിന്റെ ഉള്ളിലിരുന്ന് ആ ഇടനാഴിയിൽ നിന്ന് ആളുകൾ കാണാത്തടുത്ത് ഇമാം അഹമ്മദ് ചോദിച്ചു, എന്താണ് വന്നത്? അപ്പൊ ഞാനിങ്ങനെ ഇതിനാണ് വന്നത്, നിങ്ങളുടെ അടുത്ത് പഠിക്കുക എന്ന് മാത്രമാണ് എന്റെ ലക്ഷ്യം. എനിക്കിപ്പോൾ പഠിപ്പിക്കാനുള്ള അവകാശമില്ല, ഭരണകൂടം എന്നെ നിയന്ത്രിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ ഒരാൾ സംസാരിക്കുന്നത് പോലും ഒരു മിനിറ്റ് തികച്ച് സംസാരിച്ചാൽ എന്റെ ഭരണകൂടത്തിന്റെ പോലീസ്, രഹസ്യ പോലീസുകളുണ്ടാവും. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ അടുത്ത് പഠിക്കുക എന്ന ലക്ഷ്യത്തിലല്ല ഞാനിവിടെ ബഗ്ദാദിൽ വന്നിട്ടില്ല, ഇത്രയും ദൂരെ യാത്ര ചെയ്ത് ഞാൻ വന്നത് അതിനു വേണ്ടി മാത്രമാണ്. അപ്പൊ എനിക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കി തന്നായിരുന്നു. അപ്പൊ ഇമാം അഹമ്മദ് പറഞ്ഞു, ഒരു വഴി ഞാൻ കാണുന്നില്ല, എന്താണ് ചെയ്യുക? ഒരാൾക്കും പഠിപ്പിക്കാൻ എനിക്ക് അവകാശമില്ലല്ലോ. അപ്പൊ ഇദ്ദേഹം വന്നയാൾ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുത്ത് വേഷം മാറി വന്നാലും
ഞാൻ എല്ലാ ദിവസവും ഒരു ഭിക്ഷക്കാരന്റെ വേഷത്തിൽ വരാം. ഭിക്ഷക്കാരന്റെ വേഷത്തിൽ വന്നാലുള്ള ഒരു ഗുണം, ഒരാൾ ഇപ്പൊ ഭിക്ഷക്കാരന് ഇപ്പൊ എല്ലാ വീട്ടുകാരും എന്തെങ്കിലുമൊക്കെ ധർമ്മം കൊടുക്കും. അപ്പൊ ഞാൻ ഒരു ഭിക്ഷക്കാരന്റെ വേഷത്തിൽ വരും. നിങ്ങൾ വാതിൽ തുറന്നിട്ട് ഒരു ഭിക്ഷക്കാരനോട് സംസാരിക്കുന്ന ടൈം ഉണ്ടല്ലോ, അത്ര സമയം മാത്രം കൊണ്ട് സംസാരിച്ചാൽ മതി. ഒരു ഭിക്ഷക്കാരനോട് ചോദിക്കുക എവിടെ നിന്നാണ്, എന്താ പ്രശ്നം എന്ന് ചോദിക്കും, അയാൾക്ക് എന്തെങ്കിലും കൊടുക്കുന്ന ആ സമയം, അത്ര സമയം മാത്രം കൊണ്ട് സംസാരിച്ചാൽ മതി, വേറൊന്നും എനിക്ക് വേണ്ട. മുഹമ്മദ് പറഞ്ഞു എന്നാ ആയിക്കോട്ടെ, പക്ഷെ നിബന്ധനയുണ്ട്, നീ എൻ്റെ അടുത്ത് നിന്ന് പഠിക്കുന്നു എന്നുള്ളത് ഒരാളും അറിയും. വേറൊരാളുടെയും സദസ്സിൽ നിനക്ക് പോയി ഇരിക്കാൻ പാടില്ല. വേറെ ഇൽമു പഠിക്കുന്ന ബഗ്ദാദിലെ വേറെ പള്ളിയിൽ സദസ്സിൽ പോയി ഇരിക്കരുത്. കാരണം അവിടെ പോയി ഇരുന്നാൽ സ്വാഭാവികമായിട്ടും ഇത് പുറത്തറിയുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. അപ്പൊ നീ ഇവിടെ ഉണ്ട് ഇത് ഒരൊറ്റ ആളും അറിയരുത്. നീ ഇവിടെ വന്നു, നീ എൻ്റെ അടുത്ത് പഠിക്കുന്നു, ഇങ്ങനെ പഠിക്കുന്നു, വേറൊരൊറ്റ കുഞ്ഞും അറിയും. അതും അദ്ദേഹം സമ്മതിച്ചു. ബഗ്ദാദ് പോലുള്ള വലിയ പട്ടണത്തിൽ യഹ്യ ഇബ്നു മഈനെ പോലുള്ള നിരവധി പണ്ഡിതന്മാരുണ്ടായിരിക്കുന്ന ഒരു പട്ടണത്തിൽ വന്നിട്ട് അവരാരടുത്തൊന്നും പഠിക്കരുത്, എൻ്റെ അടുത്തുനിന്ന് മാത്രമേ പഠിക്കാൻ പാടുള്ളൂ, വേറെ ഒരൊറ്റ കുഞ്ഞു പോലും അറിയരുത്. അദ്ദേഹം അതും അംഗീകരിച്ചു. ലോഡ്ജിൽ മുറിയെടുത്തു. എല്ലാ ദിവസവും കീറിപ്പറഞ്ഞ വേഷങ്ങളൊക്കെ ധരിച്ച് എഴുതാനുള്ള സംഗതികളൊക്കെ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ച് ഒരു ഭിക്ഷക്കാരനെ പോലെ മുഖത്ത് ഒക്കെ കരിവാരി അങ്ങനത്തെ ഒരു കണ്ടാലൊരു ഭിക്ഷക്കാരന്റെ രൂപം തോന്നുന്ന വിധത്തിൽ വേഷം മാറി അദ്ദേഹം വരും. മുഹമ്മദിന്റെ വാതിലിൽ നിൽക്കും. മുഹമ്മദ് വാതിൽ തുറക്കും. ഒരു ദിവസം ഒരു ഹദീസ്, 2 ഹദീസ് ഇതൊക്കെ പഠിപ്പിച്ചു. 3-4 മാസം അദ്ദേഹം അങ്ങനെ പഠിച്ചു. മുഹമ്മദിന്റെ ഈ ഫിത്ന മാറുന്നത് വരെ, അതിന്റെ ഒരു അവസാന കാലഘട്ടമായി അദ്ദേഹം അങ്ങനെ പഠിച്ചു. അദ്ദേഹത്തിന്റെ പേരായിരുന്നു ബഖി ഇബ്നു മഖ്ലദ്. ബഖി ഇബ്നു മഖ്ലദ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ചരിത്രത്തിൽ വലിയ സേവനങ്ങൾ നിർവഹിച്ച പണ്ഡിതനാണ്. പക്ഷെ അത് ഈ ചരിത്രത്തിൽ അറിയപ്പെടാതെ പോയതിന് പിന്നിൽ ചില കാരണങ്ങൾ. ബഖി ഇബ്നു മഖ്ലദ് അങ്ങനെ താമസിച്ചു. പിന്നീട് 4 മാസങ്ങൾക്ക് ശേഷം, ഈ 4 മാസം കൊണ്ട് അദ്ദേഹം പഠിച്ച ആകെ 300-400 ഹദീസുകളാണ്. നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മൾ ഈ ഇത്തികാഫിന് വന്നുകൂടെ അവസാനത്തെ 10 എത്ര ഹദീസ് നമ്മൾ കേട്ടു. ഇത്ര ഹദീസ് നമ്മൾ വെറുതെ കേൾക്കുന്നു. നമ്മുടെ ഒരു ഹദീസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു അറബിയുടെ ഒരു പദം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹദീസുമായി ബന്ധപ്പെട്ട കുത്തുബു തിസ്അയുടെയോ കുത്തുബു സിത്തയുടെയോ ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്ത് നമുക്ക് ഹദീസ് കിട്ടും, സനദ് കിട്ടും. ആ സനദിനെ കുറിച്ചുള്ള പഠനങ്ങൾ കിട്ടും. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള, അല്ലെങ്കിൽ ഷുഐബുൽ അർനാഊത്തിനെ പോലെയുള്ള, അല്ലെങ്കിൽ മുൻഗാമികളായ ഇമാം അഹ്മദിനെയോ തിർമിദിയെ പോലുള്ള ആളുകൾ ആ ഹദീസിന് നൽകിയ സ്വഹീഹാണോ ഹസനാണോ എന്നുള്ള വിശേഷണം അടക്കം കിട്ടും. ഇദ്ദേഹം 3-4 വർഷം 300-400 ഹദീസാണ് അദ്ദേഹം പഠിച്ചത്. പിന്നീട് ഇമാം അഹ്മദിന്റെ വിലക്ക് നീങ്ങി ഇമാം അഹ്മദ് ബഗ്ദാദിലെ പള്ളിയിൽ വീണ്ടും ക്ലാസ് എടുക്കാൻ വരുമ്പോൾ ഇമാം അഹ്മദിന്റെ കസേരയുടെ തൊട്ടടുത്തുണ്ടായിരുന്ന ഇമാം ബഖി ഇബ്നു മഖ്ലദ. അദ്ദേഹത്തിനെ കുറിച്ച് ഇമാം അഹ്മദ് പറയാറുണ്ടായിരുന്നു കാണാൻ കഴിയും. ഒരു വിദ്യാർത്ഥി എന്ന പേര് അന്വർത്ഥമാകുന്നത് ഇവരിലാണ്. ഇവരാണൊരു ത്വാലിബുൽ ഇൽം, ഒരു വിദ്യാർത്ഥി എന്നൊക്കെ പറയാൻ കഴിയുന്ന ഇവരെയാണ് ഇന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ഇമാം അഹ്മദ് പറയുമായി. അദ്ദേഹത്തിന് മുൻഗണന കൊടുക്കും. അദ്ദേഹത്തിന്റെ സംശയങ്ങൾ തീർന്നതിന് ശേഷമാണ് മറ്റു ശിഷ്യന്മാരുടെ സംശയങ്ങൾക്ക് ഇമാം അഹ്മദ് മറുപടി കൊടുത്തു. അപ്പൊ മറ്റു ശിഷ്യന്മാർ പരാതി വരെ പറഞ്ഞിട്ടുണ്ട്. ഏതോ അന്യ നാട്ടിൽ വന്ന് ഇയാൾക്ക് വേണ്ടി ഇത്ര സമയം, നമുക്കും കൂടി കുറച്ച് സമയം തരണം എന്ന് വരെ പരാതി പറഞ്ഞു. ഇദ്ദേഹം ഒരിക്കൽ പനി പിടിച്ച് കിടന്ന് ക്ലാസ്സിൽ വരാതായിരുന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ ലോഡ്ജിലേക്ക് ഇമാം അഹ്മദ് പോയിട്ടുണ്ട്. ആ ചരിത്രത്തിൽ നമുക്കാണെങ്കിൽ ഇമാം അഹ്മദ് ആ ലോഡ്ജിലെത്തും. ആ ലോഡ്ജ് നിറഞ്ഞു എന്നാണ്. അദ്ദേഹത്തിന്റെ മുറി വളരെ ചെറുതാണ്. പക്ഷെ ആ ലോഡ്ജ് ചെറുതാണ്. ആ ലോഡ്ജിന്റെ അയാൾ ഇമാം അഹ്മദ് വരുന്ന ചാടി എഴുന്നേറ്റ് പോയി. കാരണം ഇമാം അഹ്മദിനെ പോലെ ബഗ്ദാദിലെ വലിയ പള്ളിയിൽ കാത്തെടുക്കുന്ന ലോക പ്രശസ്തരായ ഇമാം അഹ്മദിനെ പോലെ ഒരാൾ തന്റെ ചെറിയ ലോഡ്ജിൽ വരുമെന്ന് വരെ പ്രതീക്ഷിച്ചില്ല. പിന്നെ വരുമ്പോൾ 500 ആളുമായിട്ടാണ് വരുന്നത്. ശിഷ്യന്മാർ അത്രത്തോളം കൊണ്ട് എഴുതിയെടുക്കാനും മറ്റും കാര്യങ്ങൾക്ക് അത്രയധികം ഒരു ജനസമൂഹം ആ ലോഡ്ജിലേക്ക് വന്നു. അപ്പോഴാണ് ഈ ലോഡ്ജിന്റെ ഉടമ അറിയുന്നത് ഈ താമസിക്കുന്ന ബഖി എന്ന് പറയുന്ന അന്യ നാട്ടുകാരനായി മനുഷ്യൻ ഇമാം അഹ്മദിന്റെ ഏറ്റവും അടുത്ത ശിഷ്യനാണ്. പിന്നെ ആ പനി പിടിച്ച് കിടന്ന ബഖി ഇബ്നു മഖ്ലദിനെ പിന്നെ ശുശ്രൂഷിച്ചതും പിന്നെ അദ്ദേഹത്തിന് വേണ്ട സേവനങ്ങളൊക്കെ ചെയ്തു കൊടുത്തതും ആ ലോഡ്ജിലെ ആളുകളും ആ ലോഡ്ജിന് പരിസരത്ത് ജീവിക്കുന്ന ആളുകളും ആയിരുന്നു. കാരണം അതുവരെ അവർക്ക് അറിയില്ലായിരുന്നു ഇമാം അഹ്മദിന്റെ ഏറ്റവും അടുത്ത ശിഷ്യനാണ് ഈ തങ്ങളുടെ അടുത്ത് അയൽവാസിയായി ഇങ്ങനെ താമസിക്കുന്നത്. അദ്ദേഹം തന്നെ അത് പറയുന്ന കാര്യം. പിന്നെ എനിക്ക് ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. കാരണം ആളുകൾ പിന്നെ എനിക്കൊന്നും അറിയേണ്ടി വന്നിട്ടില്ല. എന്റെ പനി മാറുന്നതുവരെ ആളുകൾ എന്നെ ആ നിലക്കാണ് എന്നെ പരിചരിച്ചതും ശുശ്രൂഷിച്ചത്. ഇമാം ബഖി ഇബ്നു മഖ്ലദ് റഹ്മത്തുള്ളാഹി അലൈഹി. പിന്നെ അദ്ദേഹത്തിന്റെ ചരിത്രം വിശാലമാണ്. 14-15 വർഷങ്ങൾ നീണ്ട സ്പെയിനിൽ നിന്നുള്ള യാത്രകൾ ജീവിതത്തിൽ നടത്തിയ മനുഷ്യനായിരുന്നു ബഖി ഇബ്നു മഖ്ലദ്. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ചരിത്രം എഴുതുമ്പോൾ ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി സിയറു ആലാമിൻ നുബലായിൽ രേഖപ്പെടുത്തിയത് ഷെയ്ഖുൽ ഇസ്ലാം എന്നാണ്. ഷെയ്ഖുൽ ഇസ്ലാം. അതുപോലെ തന്നെ സാഹിബു തഫ്സീർ, അദ്ദേഹത്തിന് തഫ്സീർ ഉണ്ടായിരുന്നു. വസാഹിബുൽ മുസ്നദ്, ഇമാം അഹ്മദിന് മുസ്നദ് ഉണ്ടായിരുന്നതുപോലെ ഇമാം ബഖി ഇബ്നു മഖ്ലദ് റഹ്മത്തുള്ളാഹി അലൈഹി മുസ്നദ് ബഖി ഇബ്നു മഖ്ലദ് അതിന് പൂർണ്ണമായും ലഭ്യമല്ലെങ്കിലും അതിന്റെ കൈയെഴുത്ത് പ്രതികൾ ഡമസ്കസിലെ മക്തബത്തുൽ ലാഹിരിയ പോലുള്ള ലൈബ്രറി അതിന്റെ ചില ഭാഗങ്ങളെങ്കിലും ഇന്ന് ലഭ്യമാണ്. 2 വാള്യങ്ങളുള്ള മുസ്നദ്. ഈ തഫ്സീറിനെ കുറിച്ചും ഈ മുസ്നദിനെ കുറിച്ചും അഥവാ വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനവും ഹദീസ് ഗ്രന്ഥത്തെക്കുറിച്ചും ഇമാം ദഹബി എഴുതി പരിചയപ്പെടുത്തിയപ്പോൾ തന്നെ പറഞ്ഞത് അല്ലദൈനി ലാ നദീറ ലഹുമാ ഫി താരീഖ്,
ചരിത്രത്തിൽ തുല്യതയില്ലാത്ത രണ്ട് പുസ്തകങ്ങൾ എന്നാണ് ഈ രണ്ടിനെ കുറിച്ചും പരിചയപ്പെടുത്തിയത്. പക്ഷെ അദ്ദേഹത്തിന്റെ തഫ്സീർ, അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം, അദ്ദേഹം മരണപ്പെട്ടതിനു ശേഷം അദ്ദേഹത്തിന്റെ തഫ്സീറിന്റെ ഒറിജിനൽ കയ്യെഴുത്ത് പ്രതി അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള ആളുകൾ അദ്ദേഹം എഴുതി ഉപേക്ഷിച്ച പേപ്പറുകളാണെന്ന് എടുത്തു കഴിഞ്ഞാൽ അടുപ്പിട്ട് കത്തിക്കാണ്. വേറെ തഫ്സീർ ലഭ്യമല്ല. അതായത് മുസ്നദ് എന്നും നാം നേരത്തെ പറഞ്ഞതുപോലെ ഭാഗികമായെങ്കിലും ലഭ്യമാണ്. അങ്ങനെയുള്ളതാണ് ഇമാം ബഖി ഇബ്നു മഖ്ലദ്. അദ്ദേഹത്തിന്റെ ഒരു വിജ്ഞാനത്തോടുള്ള ആ യാത്രയാണ് ചുരുക്കത്തിൽ നമ്മൾ ഇമാം അഹ്മദിന്റെ ശിഷ്യനാണ്. ഇമാം അഹ്മദിന്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇമാം അഹ്മദിന്റെ മുസ്നദ്, നമ്മൾ നേരത്തെ പോലെ ഇമാം അഹ്മദിന് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അതിലേറ്റവും പ്രസിദ്ധമാണ് മുസ്നദ് അഹ്മദ് എന്നറിയപ്പെടുന്ന ഇമാം അഹ്മദിന്റെ മുസ്നദ്. മുസ്നദ് എന്ന് പറയുന്ന രൂപത്തിലുള്ള ഹദീസ് ഗ്രന്ഥങ്ങളുടെ പ്രത്യേകത, ആ മുസ്നദ് എന്ന കാറ്റഗറിയിലുള്ള ഗ്രന്ഥങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഒന്നുകിൽ ആ ഹദീസ് റിപ്പോർട്ടർമാരുടെ പേരുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും അത് ക്രോഡീകരിച്ചിട്ടുണ്ടാവും. അത് ഒരുപക്ഷെ സ്വഹാബികളാകാം, അല്ലെങ്കിൽ തങ്ങളുടെ ഉസ്താദുമാരുടെ ക്രമത്തിലാകും. ഉദാഹരണത്തിന് ഒരു പണ്ഡിതൻ, ഇമാം അഹ്മദിന്റെ ശൈലി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഉസ്താദുമാരുടെ ആ ഒരു ക്രമത്തിലാണ്, അവരുടെ അക്ഷരമാല ക്രമത്തിലാണ് അദ്ദേഹത്തിന്റെ മുസ്നദ്. ഒരു പണ്ഡിതൻ, എന്നിട്ട് അദ്ദേഹത്തിൽ നിന്ന് തനിക്ക് കിട്ടിയ ഹദീസുകളൊക്കെ ഒരു അധ്യായം. പിന്നെ അത് വിഷയത്തിന്റെ അടിസ്ഥാനത്തിലല്ല മുസ്നദുകൾ ക്രോഡീകരിക്കുക, ആളുകളുടെ പേരിനെ അടിസ്ഥാനപ്പെടുത്തുക. വേറെ പല പണ്ഡിതന്മാർക്കും സ്വഹാബിമാരുടെ പേര് പുസ്തകങ്ങളുണ്ട്. ഇന്ന സ്വഹാബിയിൽ നിന്ന് കിട്ടിയ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച, അദ്ദേഹം ഉദ്ധരിച്ച ഹദീസുകൾ മാത്രം, ഉമർ റളിയല്ലാഹു അൻഹു മാത്രം ഉദ്ധരിച്ചത്. അങ്ങനെയാണ് മുസ്നദ് എന്ന ഗ്രന്ഥങ്ങൾക്ക് അതിന്റെ സവിശേഷത. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ 30,000-ഓളം 29,000-നും 30,000-നും ഇടയിൽ ഹദീസുകളുണ്ട്. ഇമാം അഹ്മദിന്റെ മുസ്നദ് 7.5 ലക്ഷം ഹദീസുകളിൽ നിന്നാണ് അദ്ദേഹം അത് ക്രോഡീകരിച്ച് എടുക്കുന്നത്. 700 സ്വഹാബിമാരിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ഇമാം അഹ്മദിന്റെ മുസ്നദിലും. പക്ഷെ അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച പോലെ അദ്ദേഹം അല്ല ഇമാം മുസ്നദ് പൂർത്തിയാക്കി. അദ്ദേഹം അതിന്റെ അവസാന കാലത്ത് ഇമാം അഹ്മദ് മരണപ്പെട്ടു. അത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നുൽ ഇമാം അഹ്മദ് അദ്ദേഹമാണ് ഈ പുസ്തകത്തിൽ പിന്നെയും പൂർത്തിയാക്കുന്നത്. ആ പുസ്തകത്തിൽ തന്നെ അദ്ദേഹം പറയുകയും ചെയ്തു. കൃത്യമായി ഇമാം അഹ്മദിന്റെ തന്നെ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി ആ പുസ്തകത്തിൽ ബാക്കിയുള്ള ഹദീസുകൾ പിന്നെയും അദ്ദേഹത്തിന്റെ മകന്റെ പഠനങ്ങൾക്കനുസരിച്ച് അദ്ദേഹം കൂടി ചേർക്കുന്ന ഹദീസുകൾ, ഇതും കൂടി ചേർത്തിട്ടാണ് ഇമാം അഹ്മദിന്റെ മുസ്നദ് ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന മുസ്നദായി മാറിയിട്ടുള്ളത്. ഇമാം അഹ്മദിനെ ചാട്ട കൊണ്ടടിച്ച് ഇമാം അഹ്മദിന്റെ പീഡനങ്ങളുടെ സമയത്ത് ഇമാം അഹ്മദിന്റെ ശാരീരികാവസ്ഥ വളരെ മോശമായിരുന്നു. അതൊരു പരിധിവരെ അദ്ദേഹത്തിന്റെ മരണത്തിനുള്ള ഒരു കാരണമായി തീർന്നു. കാരണം ഇമാം അഹ്മദിന്റെ ജീവിതത്തിൽ പിന്നീട് ആ ഇമാം അഹ്മദിനെ ശുശ്രൂഷിക്കാൻ ഇമാം അഹ്മദിന്റെ ശരീരത്തിലുള്ള പാടുകൾ മായ്ക്കാതെ തന്നെ ആഴ്ചകളും മാസങ്ങളും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം അദ്ദേഹത്തിന് ഇടയ്ക്കിടെയുള്ള ബോധക്ഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ആ പീഡനങ്ങളുടെ ആധിക്യവും കാഠിന്യവും കാരണം. ഇമാം അഹ്മദിന്റെ, പ്രത്യേകിച്ച് ഇമാം അഹ്മദിന്റെ ജീവിതത്തിന്റെ അവസാന കാലത്ത് അദ്ദേഹം ഇടയ്ക്കിടെ ബോധങ്ങളുമായിരുന്നു. അതിനുശേഷം ആരോഗ്യാവസ്ഥ, ക്ഷീണവും ആരോഗ്യാവസ്ഥയും ഒക്കെ വളരെ മോശമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. റബീഉൽ അവ്വൽ മാസത്തിൽ 12-ാം തീയതി ഒരു ജുമാ ദിവസം ദുഹാ സമയത്താണ് ഇമാം അഹ്മദ് ഹിജ്റ 241 മരണപ്പെടുന്നു. 77 വയസ്സായിരുന്നു ഇമാം അഹ്മദിന് മരണപ്പെടുമ്പോൾ ഉണ്ടായത്. ഇമാം അഹ്മദിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഖൽഖുൽ ഖുർആനുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അഹ്ലുസ് സുന്നയുടെ യഥാർത്ഥ അഖീദ സംരക്ഷിക്കാനായി ഒരു ഒറ്റയാൾ പടയാളി പോലെ അദ്ദേഹം പോരാട്ടം അദ്ദേഹം നടത്തിയത് കൊണ്ടാണ് ഇമാം അഹ്ലുസ് സുന്നയുടെ ഇമാം എന്ന് ഇമാം അഹ്മദിനെ വിളിക്കുന്നത്. ഇമാം അഹ്മദിന്റെ ജീവിതത്തിൽ നമ്മൾ മുൻപറഞ്ഞ പണ്ഡിതന്മാരുടെ ഒക്കെ ജീവിതത്തിൽ നമ്മൾ കേട്ടതുപോലെ ഇമാം അഹ്മദിന്റെ ജീവിതത്തിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനുണ്ട്. മരണം വരെ പഠിക്കുക എന്ന പാഠം അതിൽ ഏറ്റവും വലിയൊരു പാഠം. മാൽ മിഹ്ബറ ഇലൽ മഖ്ബറ. അനവധി പണ്ഡിതന്മാർ സമാനമായ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് ജീവിതത്തിൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന കാലത്ത് പോലും, തന്നെ പീഡിപ്പിക്കുമ്പോൾ പോലും അറിവ് നേടാനുള്ള അദ്ദേഹത്തിന്റെ ത്വര മറ്റുള്ള അദ്ദേഹത്തിന്റെ ശത്രുക്കളെ പോലും അത്ഭുതപ്പെടുത്തിയെന്ന് കാണാൻ. അഹ്മദ് ബിൻ അബി ദുആദിനെ പോലെ അദ്ദേഹത്തിന്റെ മുഖ്യ ശത്രുവിനോട് അദ്ദേഹം സംവാദം നടത്തുകയും ഖലീഫയുടെ മുമ്പിൽ വെച്ച് ആ സംവാദത്തിൽ അഹ്മദ് ബിൻ അബി ദുആദ് ലജ്ജിതരായി തോറ്റുപോവുകയും ചെയ്യുന്ന സന്ദർഭങ്ങൾ ചരിത്രത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. പ്രമാണങ്ങളോടുള്ള അടങ്ങാത്ത പ്രതിബദ്ധത കാണിക്കുക എന്ന് ഏതെങ്കിലും ഒരു ചെറിയ വിഷയത്തിൽ പോലും പ്രലോഭനങ്ങൾക്കോ പ്രകോപനങ്ങൾക്കോ വശംവദരാകാതെ അഹ്ലുസുന്നയുടെ യഥാർത്ഥ ആദർശം മുറുകെ പിടിക്കുക എന്ന്. അത് എത്ര പ്രതികൂല ഘടകങ്ങൾ ചുറ്റുമുണ്ടായിരുന്നാലും, ഭരണകൂടം ഒന്നടങ്കം പീഡിപ്പിക്കാൻ തീരുമാനിച്ചാലും അതിൽ നിന്ന് അണുകിട മാറി ചലിക്കില്ല എന്ന് ഇമാം അഹ്മദിന്റെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന പാഠമാണ്. അതുകൊണ്ട് തന്നെ നാം നേരത്തെ പറഞ്ഞ അബുൽ ഹസൻ അഷ്അരിയെ പോലുള്ള പിൽക്കാലത്ത് വന്ന പല പണ്ഡിതരുണ്ട്. പ്രത്യേകിച്ച് പിൽക്കാലത്ത് ആദ്യം പിഴച്ച ആദർശങ്ങളുണ്ടായി, മുഅ്തസിലിയോ അല്ലെങ്കിൽ അഷ്അരിയോ ഒക്കെ ആയിരുന്ന ആളുകൾ, അവർ പിന്നീട് അഹ്ലുസ് സുന്നയിലേക്ക് മടങ്ങുമ്പോൾ അവർ പറഞ്ഞിരുന്ന ഒരു മാനദണ്ഡം ഇമാം അഹ്മദ് എന്ന ഒരൊറ്റ പേരാണ്. അതായത് യഥാർത്ഥ ഇസ്ലാമിന് പര്യായമായി ഇമാം അഹ്മദിനെ പേര് ഉപയോഗിക്കപ്പെട്ടുന്നതാണ്. കാരണം ഒരു കാലത്ത് അദ്ദേഹം ആയിരുന്നു ഒരു യഥാർത്ഥ അഹ്ലുസ് സുന്ന. അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പല പണ്ഡിതന്മാരും അവർ പിന്നീട് മാറുമ്പോൾ യഥാർത്ഥ അഖീദത്തു സലഫിലേക്ക്, അഹ്ലുസ് സുന്നയുടെ അഖീദയിലേക്ക് മാറുമ്പോൾ
അവരവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരുന്നത് അർജിഉ ഇലാ മദ്ഹബി അഹ്മദ്, ഇമാം അഹ്മദിന്റെ മദ്ഹബിലേക്ക് ഞാൻ മടങ്ങും എന്നാണ്. ആ പേര് തന്നെ ഇസ്ലാമിന് ബദലായി, ഇസ്ലാം ഒരു പര്യായമായി, യഥാർത്ഥ ആദർശത്തിന് അഹ്ലുസുന്ന എന്ന പേരിന് ഒരു പര്യായമായി ഉപയോഗിക്കപ്പെട്ടു ഇമാം അഹ്മദിന്റെ പേര്. പല പണ്ഡിതന്മാരും അവരുടെ ചരിത്രത്തിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ആദ്യകാലത്ത് ഉണ്ടായ എന്റെ വാദങ്ങളിൽ നിന്നൊക്കെ ഞാൻ പിന്മാറുകയും സലഫിന്റെ മാർഗത്തിലേക്ക് അഹ്മദിന്റെ മദ്ഹബിലേക്ക് ഞാൻ മാറുകയും ചെയ്തു എന്നവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം അഹ്മദ് അത്തരത്തിൽ ഇസ്ലാമിന് സേവനം അർപ്പിച്ച വലിയ പണ്ഡിതനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരുടെ സേവനങ്ങളെ മനസ്സിലാക്കുന്നതോടൊപ്പം നമുക്കും ആദർശ രംഗത്തും അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ വൈജ്ഞാനിക രംഗത്തുമൊക്കെ നമ്മളാൽ കഴിയുന്ന സേവനങ്ങൾ, ചെറിയ ചെറിയ ത്യാഗങ്ങൾ ഒക്കെ സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിജ്ഞാനത്തിന് വേണ്ടി ഇമാം അഹ്മദിന്റെ ബഖീബിനും അഖ്റദിനെ പോലെയുള്ള ശിഷ്യന്മാരും സഹിച്ചതിന്റെ 100-ലൊന്നോ 1000-ലൊന്നോ 10,000-ലൊന്നോ ത്യാഗമൊന്നും കിട്ടാതെ വളരെ ഫ്രീ ആയി, വളരെ സിമ്പിളായി, ലളിതമായി നമുക്ക് വിജ്ഞാനങ്ങൾ കിട്ടുന്ന അവസരങ്ങളെ നമ്മൾ ഒരിക്കലും നമ്മുടെ പുറങ്കാല് കൊണ്ട് തട്ടി എറിയരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജഹലിനെയും നമ്മുടെ അറിവില്ലായ്മയെയും നമ്മുടെ ഇബാദത്തിന്റെ രംഗത്തുള്ള സൂക്ഷ്മതയില്ലായ്മയും ഒക്കെ അതിനൊക്കെയുള്ള ഒരു മരുന്നാണ് പരമാവധി അറിവ് നേടുക. ഹദീസുകൾ പഠിക്കുക, ആയത്തുകൾ പഠിക്കുക, തഫ്സീറുകൾ പഠിക്കുക, എന്താണോ അറിവ് അത് ഉള്ളിടത്ത് പോയി നേടുക എന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ക്വാളിറ്റിയായി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അറിവ് നേടാൻ ആളുകൾക്കൊക്കെയും ഇതുപോലെ യൂട്യൂബിൽ നിന്നും അതുപോലെ തന്നെ മറ്റു വരകളിൽ നിന്നും അറിവ് നേടുന്ന ഇക്കാലത്ത് യഥാർത്ഥ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരെ കണ്ടെത്താനും അവരിൽ നിന്ന് അറിവ് മാത്രമല്ല അവരുടെ ഒരു ജീവിത ശൈലിയും അവരുടെ ഒരു അദബും അവരുടെ അറിവും അവരുടെ ശൈലികൾ അവരുടെ പരാമർശങ്ങളും അവരുടെ ജീവിതത്തിലെ സൂക്ഷ്മതയും ഒക്കെ കണ്ടുപഠിക്കാൻ നമ്മുടെ ജീവിതത്തിലും നമുക്ക് സംശയങ്ങൾ ചോദിക്കാനും നമുക്ക് ജീവിതത്തിൽ ഉപദേശ നിർദ്ദേശങ്ങൾ തേടാനും അഭിപ്രായങ്ങൾ തേടാനും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഇൽമുമായൊരു ബന്ധം, ഒരു ആലിമ്യങ്ങളുമായൊരു ബന്ധം അതും കൂടി നമ്മൾ നേടിയെടുക്കാൻ ശ്രദ്ധിക്കേണ്ടത്. അത് നമ്മുടെ ഏത് നാട്ടിലായിക്കോട്ടെ, വാട്സപ്പിലൂടെ ആയി പ്രശ്നമില്ല. ആലിമ്യങ്ങൾ, ഇൽമുള്ള ആളുകൾ, ഇൽമുമായുള്ള ആളുകൾ ഇവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു പുതിയൊരു ജോലി ചെയ്താലും ഒരു പുതിയ കച്ചവടത്തിലേക്ക് ഇറങ്ങിയാലും എന്താണ് ഇസ്ലാമിന്റെ ഒരു ശരിയായ നിലപാട്, ഒരു ഉപദേശം ചോദിക്കാൻ, ഒരു വസീയത്ത് ചോദിക്കാൻ, ഒരു നസീഹത്ത് ചോദിക്കാൻ, അറിവ് ചോദിക്കാൻ, ഒരു കണക്ഷൻ എപ്പോഴും നിലനിർത്താൻ അങ്ങനെയുള്ള ആലിമീങ്ങളുമായി ബന്ധം നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ കാത്തു സൂക്ഷിക്കാൻ വിദ്യാർത്ഥികളായ അറിവ് പഠിക്കാൻ ശ്രമിക്കുന്ന നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.